ക്രിമിനലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഡാഡി? അവനെതിരായ ഒരു ചെറുവിരൽ നനക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. കാരണം അവനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വളർത്തുന്നത്. ഈ എന്തും നടവെന്നൊക്കെ പറഞ്ഞാല് സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെയാ ഹൈദർക്ക്. നീ എന്നൊന്ന് ഞെട്ടിച്ചളഞ്ഞു കേട്ടാ. നിനക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കൂടെ മൈക്കിളെ? 10 സെക്കൻഡിൽ പണി കഴിയൂല. മൊത്തം പിടിയുമ്പോ ഭാര്യര് പറയും പോലെ അയാളുടെ കാലല്ലേ. ചെയ്തുകൊള്ളുന്നു. ഇതാ ചെറിയ നിങ്ങൾക്കായി ഭയങ്കരമായ പെർഫോമൻസ് നടത്താൻ പോകുന്നു. നോക്കൂ സുഹൃത്തുക്കളെ, ഞാനും പുലി തന്നെയാണ്. അച്ഛൻ പുള്ളിപ്പുലി, അമ്മ വള്ളിപ്പുലി, അപ്പൂപ്പൻ തല്ലിപ്പുലി, പിന്നെ ഞാൻ പുലി. ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോ? ദിസ് ഈസ് ഹാപ്പിനെസ്. ഇതാണ് എന്റെ ഹാപ്പിനെസ്. ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ നീയൊക്കെ? കൈക്കും കാലിനും തലയ്ക്കും ശരീരത്തിന്റെ പുഷ്ടി അനുസരിച്ച് വില പറഞ്ഞ് ആവശ്യക്കാരന് വെട്ടിക്കൊടുക്കുന്ന നല്ല പണിക്കാരുണ്ട് ഈ പട്ടണത്തിലെ. തൊട്ടില്ല നീയൊന്നും. മുന്നിൽ പോയി നിൽക്കില്ല, വിട്ടുക്ക് വരയ്ക്കും. ഇന്ത്യ ഒട്ടയ്ക്ക് നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. അയാൾ പറഞ്ഞു കേട്ടില്ലേ, പഴപ്പരമെന്ന്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങള് തല്ലിപ്പിഴിഞ്ഞത് പഠിച്ചു മിടുക്കനായി രാജ്യം അറിയുന്ന ഒരു മാത്തമാറ്റീഷ്യനാകാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടായില്ലേ രാജ്യം അറിയുന്ന 1ാമത്തെ റൗഡി?